നമസ്കാരം. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം തട്ടിപ്പുകളാണ് നടക്കുന്നത് അല്ലേ? ഭൂമി തട്ടിപ്പ്, ജോലി തട്ടിപ്പ്, ചിട്ടി തട്ടിപ്പ്, സഹകരണ തട്ടിപ്പ്, പിന്നെ ഇപ്പോൾ പെൻഷൻ തട്ടിപ്പ്. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പെൻഷനിൽ കൂടി കൈയിട്ട് വാരിയപ്പോൾ എല്ലാം തികഞ്ഞു. അങ്ങനെ വികസനത്തിന്റെ കൊടുമുറിയിലെത്തി നിൽക്കുകയാണ്. പണ്ട് പോസ്റ്റ്മാൻ മുഖേന വീട്ടിൽ പെൻഷൻ എത്തുമ്പോൾ ഇത്ര കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തിനു വേണ്ടി പെൻഷൻ സംവിധാനം ഇത്തരത്തിലാക്കിയതുകൊണ്ട് എന്ത് ലാഭമാണ് സർക്കാരിനുണ്ടായത്? ഒരാൾ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ അതിന് അർഹത നേടണമെങ്കിൽ കുറെ മാനദണ്ഡങ്ങളുണ്ട് അല്ലേ? അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് കാട്ടാളന്മാർ പാവങ്ങളുടെ പെൻഷൻ തട്ടിച്ചെടുത്തിരിക്കുന്നത്. വകുപ്പ് തലത്തിൽ നടപടിയുണ്ടാകുമെന്ന് പറയുന്നു. നടപടിയല്ല, ഇവരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. സർക്കാർ സർവീസിലിരിക്കെ പ്രതിഫലം പറ്റുന്ന മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുകയോ പാരിതോഷികങ്ങളോ സാമ്പത്തിക സഹായങ്ങളോ സ്വീകരിക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ വരെ വർഷാവർഷം മസ്റ്ററിംഗ് നടത്തി ഈ തട്ടിപ്പ് തുടരുകയായിരുന്നു. തട്ടിപ്പുകാരുടെ എണ്ണം ഇനിയും കൂടാനാണത്രേ സാധ്യത. പെൻഷൻ തട്ടാൻ നൽകിയ വ്യാജരേഖകൾ, പെൻഷൻ അനുവദിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ, ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനർഹരെ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്, ആരാണ് അനർഹരുടെ പട്ടിക അംഗീകരിച്ചത്, ഇതിനൊക്കെ എങ്ങനെയാണ് സർക്കാർ അംഗീകാരം ലഭിച്ചത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിച്ചേ മതിയാകൂ. വിജിലൻസ് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക പരിശോധിക്കുന്നതോടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരാതിരിക്കില്ല. എല്ലാ ജില്ലകളിലും തട്ടിപ്പ് നടക്കുന്നതായാണ് വിജിലൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പെൻഷൻ അപേക്ഷകളെല്ലാം വിജിലൻസ് പരിശോധിക്കും. കൂടാതെ പെൻഷൻ തുക പോകുന്ന അക്കൗണ്ടുകൾ, പരിശോധനകളുടെ പിഴവ് തുടങ്ങിയവയൊക്കെ പരിശോധിക്കും. വിജിലൻസിന്റെ അന്വേഷണം മാത്രമല്ല നടക്കാൻ പോകുന്നത്. ഈ തട്ടിപ്പുകാരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടിയിട്ടുണ്ടത്രേ. സംസ്ഥാനത്ത് ആദായ നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക കിട്ടിയാൽ ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അതുമായി ഒത്തുനോക്കാനാകും. അതും പോരാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാറുള്ളവരെ കണ്ടെത്താനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട്. അറിയാമല്ലോ, കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കൂടുതലുള്ളവരും ആദായ നികുതി അടയ്ക്കുന്നവരും സ്വന്തമായി കാറുള്ളവരുമൊന്നും ക്ഷേമ പെൻഷന് അർഹതയുള്ളവരല്ല എന്ന്. രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകൾ പരിശോധിക്കുന്നതിലൂടെ ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച രേഖകളും കണ്ടുപിടിക്കാനാകും. പെൻഷൻ പട്ടികയിൽ നിന്ന് മരണപ്പെട്ടവരെ ഒഴിവാക്കാനായി മരണ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സത്യങ്ങൾ പുറത്തു വന്നേ പറ്റൂ. അതിലൊരു വിട്ടുവീഴ്ചയും വരാൻ പാടില്ല. കാരണം പാവപ്പെട്ട വിധവകൾക്കും വയസ്സായവർക്കും വികലാംഗർക്കും സർക്കാരിൽ നിന്നും കിട്ടുന്ന ചെറിയൊരു സഹായമാണ് ഇവർ തട്ടിയെടുത്തു നിൽക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചകളും തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പട്ടികയിൽ അനർഹർ കടന്നുകൂടിയത് തദ്ദേശ വകുപ്പിന്റെ വീഴ്ച മൂലമാണെന്നാണ് വിലയിരുത്തൽ. അനർഹരെ കണ്ടെത്തുന്നതിനായി സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന ധനവകുപ്പിന്റെ തുടർച്ചയായ നിർദ്ദേശം തദ്ദേശ വകുപ്പ് അവഗണിക്കുകയായിരുന്നില്ലേ? കൂടാതെ പെൻഷൻ വാങ്ങുന്നവരുടെ ലിസ്റ്റ് സേവന പോർട്ടലിൽ പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇത് നടപ്പാക്കിയില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സോഫ്റ്റ്വെയറായ സേവനയിൽ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് അനർഹരെ ഒഴിവാക്കാനാകുമായിരുന്നില്ലേ? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ പൊതുമേഖലാ ജീവനക്കാർ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നും ഇത് തടയണമെന്ന് ധനവകുപ്പ് തദ്ദേശ വകുപ്പിന് കത്ത് നൽകിയിരുന്നത്രേ. 2020 ജനുവരി 23 സർക്കാർ ഉദ്യോഗസ്ഥർ അനർഹമായി കൈപ്പറ്റിയ തുക തിരിച്ചടപ്പിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന് നിർദ്ദേശിച്ച് ധനവകുപ്പ് എല്ലാ വകുപ്പ് മേധാവികൾക്കും സർക്കുലറിലൂടെ ആദ്യ നിർദ്ദേശം നൽകിയിരുന്നതായാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആരൊക്കെയാണ് അർഹരെന്നും അനർഹരായവരുടെ വരുമാന പരിധി എത്രയാണെന്നും അടക്കമുള്ള വിവരങ്ങൾ സർക്കുലറിലുണ്ടായിരുന്നു. സർവകലാശാലകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരും അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു. ആ നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നുവെങ്കിൽ തട്ടിപ്പ് അവിടെ വെച്ച് നിർത്താൻ കഴിയുമായിരുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ കോടികൾ കടമെടുത്താണ് ഇവിടെ പെൻഷൻ വിതരണം നടക്കുന്നത്. ആ പണമാണ് ഇത്തരത്തിലുള്ളവർ തട്ടിപ്പ് നടത്തി കൈക്കലാക്കുന്നത്. കൃത്യമായി പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും സെസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. 4 മാസത്തെ പെൻഷൻ എന്ന് വെച്ചാൽ 6,400 രൂപ വീതം ഓരോ വ്യക്തിക്കും കൊടുക്കാനുണ്ട്. പ്രായമായവരടക്കമാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. അവർക്ക് മരണം സംഭവിക്കാം. 6,400 രൂപ പെൻഷൻ കിട്ടാനുള്ള ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ അവകാശികൾക്ക് ഇത് ലഭിക്കില്ല. അവർ ജീവിച്ചിരുന്ന മാസങ്ങളിലെ പെൻഷനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. മദ്യം, പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയത് വഴി 2024 ഒക്ടോബർ 8 വരെ ഖജനാവിലേക്ക് ലഭിച്ചത്
1721.16 കോടി രൂപയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ 2023-24 സംസ്ഥാന ബജറ്റിലാണ് സാമൂഹ്യ സുരക്ഷാ സെസ് ഫണ്ട് പ്രഖ്യാപിച്ചത്. ഇതെല്ലാം ഏർപ്പെടുത്തിയിട്ടും ഇത്രയെല്ലാം കിട്ടിയിട്ടും പെൻഷൻ കുടിശ്ശികയായി എന്നത് തന്നെയാണ് വിരോധാഭാസം. സെസ്സിലൂടെ ലഭിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിൽ വരവ് വയ്ക്കുകയും ക്ഷേമ പെൻഷനുകൾക്കുള്ള ചെലവുകൾ ബജറ്റ് ശീർഷകങ്ങളിൽ വകവരുത്തിയ തുകയിൽ നിന്നും അപ്രോപ്രിയേഷൻ നിയന്ത്രണത്തിന് വിധേയമായി ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. 500 രൂപ മുതൽ 999 രൂപ വരെ വിലയുള്ള ഒരു ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ കുപ്പിക്ക് നമ്മൾ 20 രൂപ സെസ് കൊടുക്കുന്നുണ്ട്. 1000-ന് മുകളിലുള്ള കുപ്പിക്ക് 40 രൂപ സെസ് കൊടുക്കുന്നുണ്ട്. 2023-24 217.13 കോടി രൂപ ലഭിച്ചപ്പോൾ 2024-25 സാമ്പത്തിക വർഷം ഒക്ടോബർ ആദ്യം വരെ 107.67 കോടി രൂപ മദ്യത്തിൽ നിന്നുള്ള സെസ്സായി ലഭിച്ചിട്ടുണ്ട്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ നിരക്കിലാണ് സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ധനവില മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുന്നതിന് ഇത് കാരണമായി. അതുകൊണ്ട് തന്നെയാണ് പലരും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എണ്ണയടിക്കാൻ തുടങ്ങിയത്. അത് ഖജനാവിന് തിരിച്ചടി തന്നെയാണ്. 2023-24 954.32 കോടിയും 2024-25 ഒക്ടോബർ മാസം വരെ 442.04 കോടിയും ഇന്ധന സെസ്സായി ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും പെൻഷൻ കുടിശ്ശികയായിട്ടാണ് പോകുന്നത്. വീഴ്ചകൾ ചെറുതൊന്നുമല്ല. പെൻഷൻ സ്കീമുകളുടെ നടത്തിപ്പുകാരായ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് അക്കൗണ്ടുകൾ ശരിയായി പാലിക്കുന്നില്ലെന്നും സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ സുതാര്യതയില്ലെന്നും CAG അറിയിച്ചിരുന്നതായും വാർത്തകളുണ്ട്. മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും പെൻഷൻ സോഫ്റ്റ്വെയർ നവീകരിക്കണമെന്നും CAG ശുപാർശ ചെയ്തിരുന്നത്രേ. കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ശമ്പളം, പെൻഷൻ, ഫാമിലി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ പൊതുമേഖല സ്ഥാപനത്തിൽ നിന്നോ പെൻഷൻ പറ്റിയവർക്കോ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ല. ആദായ നികുതി അടയ്ക്കുന്നവർക്കും പെൻഷൻ വാങ്ങാൻ അർഹതയില്ല. എന്നാൽ ഇതെല്ലാം മറികടന്നാണ് ആയിരക്കണക്കിന് ആളുകൾ പെൻഷൻ അനർഹമായി നേടിയെടുത്തത്. സർക്കാർ സർവീസിന്റെ ഭാഗമായിരിക്കെ മറ്റ് പെൻഷൻ കൈപ്പറ്റിയ ഗസറ്റഡ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം. സർക്കാർ ജീവനക്കാർക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ വിധവാ പെൻഷനും വികലാംഗ പെൻഷനുമൊക്കെ വൻ ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർ തന്നെ തട്ടിച്ചുവെന്നത് സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചുരുക്കത്തിൽ തോളിലിരുന്ന് ചെവി തിന്നുകയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നും സർക്കാരിന് കോടികളുടെ നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നും കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ കഴിഞ്ഞ വർഷം ചൂണ്ടിക്കാണിച്ചിട്ടും അവഗണിച്ച സർക്കാരാണ് 1458 ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരിയതിന്റെ പട്ടിക പുറത്തുവിട്ടത്. 2000 മുതൽ ഇത്തരത്തിൽ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നുണ്ടെന്നും കോടികളുടെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും 2022 റിപ്പോർട്ടിൽ CAG ചൂണ്ടിക്കാണിച്ചിരുന്നത്രേ. എന്നിട്ടും യാതൊരു തരത്തിലുള്ള അന്വേഷണമോ നടപടികളോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കണ്ടില്ല. 2017-18 മുതൽ 2019-20 വരെ 3 വർഷത്തിൽ 39.27 കോടി രൂപയാണ് ഇത്തരത്തിൽ അനർഹർക്ക് പെൻഷനായി നൽകിയിട്ടുള്ളത്. ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളാണ് അനർഹരായവർക്ക് പെൻഷൻ നൽകുന്നതെന്ന് ജില്ല തിരിച്ചുള്ള വിശദമായ കണക്ക് CAG റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത്രേ. 2000 മുതലുള്ള കണക്കെടുത്താൽ സർക്കാരിന്റെ നഷ്ടം പല മടങ്ങാവും. സർക്കാർ ഫണ്ടിൽ നിന്നും തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിലും 2022 ഒക്ടോബർ വരെ ഒരു തരത്തിലുള്ള അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ലെന്നും CAG ചൂണ്ടിക്കാട്ടിയതായും പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ പെൻഷനായി അപേക്ഷ സമർപ്പിക്കുന്ന ഘട്ടത്തിലും പരിശോധനയിലും അംഗീകാരം നൽകുന്നതിലും അശ്രദ്ധയുണ്ടായതായിരിക്കും തട്ടിപ്പിന് വഴിയൊരുക്കിയത്. തട്ടിപ്പ് നടത്തിയവരിൽ നിന്ന് പണം പലിശ സഹിതം തിരിച്ചു പിടിക്കുന്നതിന് പുറമെ വകുപ്പുതല അച്ചടക്ക നടപടിയും ഉറപ്പാക്കാനാണ് സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സർവീസ് ചട്ടങ്ങൾ പരിശോധിച്ച് അതത് വകുപ്പ് മേധാവിമാർ തട്ടിപ്പുകാർക്കെതിരെ നടപടി സ്വീകരിക്കും. പരാതികൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ നിയമോപദേശം തേടും. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് സംബന്ധിച്ച് സഹകരണ വകുപ്പും അന്വേഷണം ശക്തമാക്കും. ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നേരിട്ട് എത്തിക്കുന്നതിലെ ക്രമക്കേടും സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് എതിരായ പെൻഷൻ സംബന്ധിച്ച പരാതികളും അന്വേഷിക്കും. മരിച്ചവരുടെ പേരിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയതിൽ സഹകരണ സംഘം ഏജന്റുമാരുടെ പങ്കാണ് പ്രധാനമായും പരിശോധിക്കുക. 800 കോടിയോളം രൂപയാണ് ഒരു മാസം പെൻഷൻ നൽകാൻ വേണ്ടത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പെൻഷൻ നൽകാൻ സർക്കാർ പാടുപെടുന്നതിനിടയിലാണ്
വേലി തന്നെ വിളവ് തിന്നുന്നത്. തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പട്ടിക പുറത്തുവിട്ടതോടെ പ്രതിക്കൂട്ടിലായത് തദ്ദേശ വകുപ്പ് കൂടിയാണ്. അർഹരായവർക്ക് മാത്രമാണ് പെൻഷൻ നൽകുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. വലിയ തോതിലുള്ള വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചുവെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ ശമ്പളം പറ്റുന്നവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹതയുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അനർഹരായവർ പെൻഷൻ വാങ്ങുന്നത് ഒഴിവാക്കുന്നതിനായി സ്വയം പിന്മാറാൻ സർക്കാർ അവസരമൊരുക്കിയിരുന്നു. എന്നിട്ടും അതിന് തയ്യാറാകാതെ തട്ടിപ്പ് നടത്തിയവരാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രത്തോളം പേർ അനർഹമായ തരത്തിൽ പെൻഷൻ നേടിയെടുക്കുന്നുവെന്ന് കണ്ടെത്തുന്നതിൽ വന്ന കടുത്ത വീഴ്ച വലിയ പാളിച്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.